ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ കറിയാണ്. ഇത് പനീർ 1 ലിറ്റർ പാല് തിളപ്പിച്ച് അതിൽ നാരങ്ങ പിഴിഞ്ഞെടുത്ത് പനീറാക്കി എടുത്തതാണ്. ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, കശുവണ്ടി പരിപ്പ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ പനീറും ഉരുളക്കിഴങ്ങും നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ട് ഉരുളകളാക്കണം. കുറച്ച് ഉപ്പും ചേർക്കാം. ഇതിൽ മഞ്ഞൾ പൊടിയും ഉപ്പും ചേർക്കാം. കുറച്ച് മഞ്ഞൾ പൊടി, 1 സ്പൂൺ ഉപ്പ്. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് നമ്മൾക്ക് നന്നായിട്ട് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഉരുളകളായി എടുക്കാം. ചെറിയ ചെറിയ ഉരുളകളായിട്ട് എണ്ണയിൽ വറുത്ത് വരും. ഇതേമാതിരി ഉരുളകൾ ഉണ്ടാക്കാം. ഇത് വിട്ടുപോകാതെ ശ്രദ്ധിക്കണം. ഞാൻ പനീറും ഉരുളക്കിഴങ്ങും കൂടി ഉരുട്ടി വെച്ചതാണ്. ഇത് നമുക്ക് വറുത്തെടുക്കാം. പൊട്ടിപ്പോവാതെ വറുത്തെടുക്കാം, മൂപ്പിച്ചെടുക്കാം. പൊട്ടിപ്പോവാതെ പനീറും ഉരുളക്കിഴങ്ങും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഉള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റി കൊടുക്കാം. എണ്ണയിട്ട് ഉള്ളിയും പച്ചമുളകും വഴറ്റി കൊടുക്കാം. ഇത് വഴന്ന് വരട്ടെ. വഴന്ന് വരുന്നുണ്ട്. എണ്ണയാക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 സ്പൂണിന് മേലെ 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 സ്പൂൺ ആദ്യം ഒഴിച്ച് ഇപ്പോൾ 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇടാം. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് പൊടിയാവും. 1 വലിയ സ്പൂണ് മല്ലി, വെറും മല്ലി പൊടിച്ചതാണ്. മല്ലിയും കുരുമുളകും കറിവേപ്പിലയിട്ട് പൊടിച്ചതാണ്. മുളകില്ല. ഇതിൽ പച്ചമുളകും 4 പച്ചമുളക് ഞാൻ അരക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി അവസാനം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വളർന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്നും കൂടി വളർന്നോട്ടെ.
കുറച്ച് മല്ലിയില ഇതിലിട്ട് കൊടുക്കാം. ഇതിനോട് വേണ്ട ഇതിൽ നിന്ന് ഒരു വലിയൊരു 1/4 ഭാഗം 3/1 എടുത്തിട്ട് നമുക്ക് ചതച്ചിടാം, അരച്ചിട്ടിടാം. ഇത് സ്റ്റൗവിൽ തന്നെ വഴട്ടെ, നന്നായിട്ട് വളർന്നു വരട്ടെ. അരച്ച് വെച്ച ഉള്ളിൻ്റെ മുട്ട ഇതിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ ഇനി നമ്മൾക്ക് ഇത് തിള വരുമ്പോൾ നമുക്കിതിലിട്ട് കൊടുക്കാം. നമുക്ക് അരച്ച് വെച്ച കശുവണ്ടി പരിപ്പ്, ഇതിൽ പച്ചമുളകും കശുവണ്ടി പരിപ്പും കൂടി അരച്ച് വെച്ചത് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ മുളക് പൊടി ഇട്ടിട്ടില്ല, തീരെ മുളക് പൊടി ഇട്ടിട്ടില്ല. അതെ, ഇനി ഇതാ വറുത്ത് വെച്ച ഇത് ഇതിലിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ്, പനീർ രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വറുത്തെടുത്തതാണ് ഇത്. ഇതിൽ വെച്ചു ഇതെല്ലാം നന്നായിട്ട് തിളക്കട്ടെ. സിമ്മിൽ വെച്ച് തിളപ്പിക്കാം. കുറച്ചും കൂടി വെള്ളമെല്ലാം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്നും പൊട്ടിയിട്ടില്ല. അതാ കുറച്ച് കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, മല്ലിയില, ഉരുളക്കിഴങ്ങ്, പനീർ കോഫ്ത കറി റെഡി.